ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. സോ 2026 തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ചത പച്ച അതിനെ റിലീസായിരിക്കുകയാണ്. ഇന്നലെ റിലീസായി, ഇന്ന് പോയി കണ്ടു. സോ ഈ മൂവിനെ പറ്റി, ഈ മൂവിയുടെ റിവ്യൂ, അതായത് അഭിപ്രായം പറയുകയാണെങ്കിൽ ടോട്ടലി എന്താ പറയുക, ഗുസ്തി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഗുസ്തി ഇഷ്ടമുള്ള ആൾക്കാർക്ക് മസ്റ്റ് തിയേറ്റർ വെച്ച് എക്സ്പീരിയൻസ് മൂവി, അതായത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് ഈ മൂവി. അത്രയധികം അടിപൊളി മൂവിയാണ്. അത് കിടിലെന്ന് പറഞ്ഞാൽ കിക്കിടിലെ മൂവി എന്ന് പറയാം. വിഷയം മൂവി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ടുള്ള ക്യാസ്റ്റ് പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ അറിയാലോ. അപ്പോൾ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വൈശാഖ് നായർ, പിന്നെ ഷാൻ ഷൗക്കത്ത്. പിന്നെ ഡയറക്ഷനും സ്റ്റോറിയൊക്കെ ചെയ്തിട്ടുള്ളത് അദ്വൈത് നായർ. പ്രൊഡക്ഷൻ ഷിഹാൻ ഷൗക്കത്ത്, ഹൃദയ് എസ് രാമകൃഷ്ണൻ. പിന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിരുന്നത് സനൂപ്. സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ. എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് പ്രേം പ്രഭാകർ. പിന്നെ മ്യൂസിക് ശങ്കർ ഇർസാദ്, പിന്നെ മുജീബ് മജീദ്. ഒന്നും പറയാനില്ല, വിഷയമായിട്ടുള്ളൂ. പിന്നെ പ്രൊഡക്ഷൻ കമ്പനി റിയൽ വേൾഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറയുന്നത്, ഈ മൂവിയിൽ മെയിനായിട്ട് പെർഫോമൻസ്, പ്രത്യേകിച്ച് റോഷൻ മാത്യു ആൻഡ് വിഷയ് എന്ന് പറയുന്നത്, അവരുടെ പെർഫോമൻസ് പറയുന്നത് ഒന്നും പറയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഷൻ മാത്യു ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ അത്രയധികം അവർക്ക് കൊടുത്തേക്കുന്ന റോൾ എന്താണോ അത് തകർത്തു ആ റോൾ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ഒരു മൂവിയിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ക്യാമിയോ, ആരുടെ ക്യാമിയോ ആണ് നമ്മൾ ആഗ്രഹിച്ചത്, അയാളുടെ ക്യാമിയോ എൻട്രി, ആ ഒരു വ്യക്തിയുടെ ക്യാമിയോ എൻട്രി എന്ന് പറയുന്നത് പറയണ്ട, സൂപ്പർ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാമിയോ എൻട്രി ആയിരുന്നു. ഒന്നും പറയുന്നത് വിഷയം സാധനം. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ഫൈറ്റ് സീക്വൻസ്, സ്റ്റണ്ടൊക്കെ ചെയ്തിൽ കലൈ കിങ്സ് എന്ന് പറഞ്ഞ ഒരാളെന്ന് തോന്നുന്നു, കലൈ കിങ്സ്. ആളുടെ ഫൈറ്റ് സീക്വൻസും ആൾ ചെയ്തിട്ടുള്ള സ്റ്റണ്ട്സ്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയില്ല. പിന്നെ ക്യാമറ, പിന്നെ സ്കോർ മുജീബ് മജീദ്, വിഷയമായിട്ടുണ്ട്, ഒന്നും പറയില്ല. ഒരു മ്യൂസിക്കും ഒരു BGM മ്യൂസിക്കും ഇത് സിനിമയിൽ ഒന്നും പറയില്ല. എഡിറ്റിംഗ്, പ്രവർ ചെയ്ത എഡിറ്റിങ്ങും വളരെയധികം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കോസ്റ്റ്യൂം ഡിസൈൻസ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ടും തിയേറ്റർ തന്നെ വാച്ചിൻ്റെ പടമാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല, തിയേറ്റർ വാച്ചാണ് മസ്റ്റായിട്ട്. പ്രത്യേകിച്ച് ഗുസ്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു പടം എന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാമിയോ എൻട്രി, ആരെയാണ് നമ്മൾ ആഗ്രഹിച്ച ക്യാമിയോ എൻട്രി, അയാളുടെ ക്യാമിയോ എൻട്രി അടിപൊളി ക്യാമിയോ എൻട്രിയാണ്. ഞാനിപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഞാനെന്ത് മാത്രം ഹൈപ്പ്, അതായത് എനിക്കൊരു പ്രതീക്ഷയിലായിരുന്നു, ആ പ്രതീക്ഷയൊക്കെ ഫുൾഫിൽ ചെയ്തു എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അത്ര അടിപൊളിയായിരുന്നു. സോ നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് ആ ഒരു സിനിമയുടെ അഭിപ്രായ കാര്യങ്ങൾ പറയാം. സോ അടുത്തത് ഇനി ഈ മാസം മെയിനായിട്ട് വരുന്നത് നമ്മുടെ നിവിൻ പോളിയുടെ ബേബികൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനുവരി 30 നമ്മുടെ എന്താ പറയുക, ബിജു മേനോനും ജോ ജോർജിൻ്റെയും വലത്തുവശത്തെ കള്ളൻ ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ. സോ അതൊക്കെയാണ് മെയിനായിട്ട് ഈ മാസം വരുന്ന മൂവീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.